14 ദിവസം വലിച്ചു നീട്ടി അങ്ങനെ പിന്നെ കോടതിയുടെ കാര്യമില്ല, നമുക്ക് അതിൻ്റെ അകത്തൊന്നും പറയാൻ പറ്റില്ല. പോലീസ് റിപ്പോർട്ട് കൊടുക്കാൻ മനഃപൂർവ്വം താമസിച്ചായിട്ട് രാഹുൽ പറയുന്നുണ്ട്. ഞാൻ പോയി കാണുന്നുണ്ട്, എല്ലാ ദിവസവും പോയി കാണുന്നുണ്ട്. കാണുമ്പോഴൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഫുൾ സപ്പോർട്ട് നമ്മൾ ഉണ്ട്. നമുക്കൊരു പരിധി കൂടുതൽ അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. പുള്ളി ഭക്ഷണം പോലും കഴിക്കാതെ 11 ദിവസം ഇരുന്നു. ഇപ്പോൾ ലാസ്റ്റ് കോടതി ഇടപെട്ട് പുള്ളിയുടെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായി. അങ്ങനെയാണ് പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തത്. കിഡ്നി മീൻസ് വെള്ളവും ഭക്ഷണവും ചെല്ലാതിരിക്കുമ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ സ്റ്റോപ്പായി. അപ്പോൾ ഇനി പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നിരാഹാരം സ്റ്റോപ്പ് ചെയ്തത്. അല്ലാതെ വിശന്നിട്ട് ട്രോളൊക്കെ കണ്ടായിരുന്നു, വിശന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലുമല്ല. പുള്ളി ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യേണ്ട പേരാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ കോടതി നിർണ്ണയം കൂടെ ആയിട്ട് അത് കൺസിഡർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബെയിലിനെ അത് അഫക്ട് ചെയ്യുകയും ചെയ്യും. വെയിറ്റ് ഒരുപാട് കുറഞ്ഞെന്ന് പറഞ്ഞു. 11 കിലോ വെയിറ്റ് കുറഞ്ഞു. ഇന്നലെ ലാസ്റ്റ് ചെയ്യുന്നപ്പോഴും നല്ല ക്ഷീണമുണ്ട് പുള്ളിക്ക്. പിന്നെ പുള്ളിയുടെ ഒരു ഇതാണല്ലോ, എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച തന്നെ പുള്ളിക്ക് ബെയിൽ കിട്ടുമെന്ന് തന്നെയാണ് ഉറപ്പാട് വെച്ചത്. കാരണം കസ്റ്റഡി കഴിഞ്ഞ ദിവസത്തോടുകൂടി അവസാനിച്ചു. ഇപ്പം കൂടുതൽ റിക്കവർ ചെയ്യാനുള്ള ഡിവൈസസ് എല്ലാം റിക്കവർ ചെയ്തു. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ പുള്ളിയെ കസ്റ്റഡി വെച്ചാൽ അത് അന്യായമായിട്ടുള്ള ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയാനും പറ്റില്ല.